രാവിലെ തന്നെ അനീഷേട്ടൻ നമ്മുടെ അനുമോളുടെ ചീട്ടൊന്ന് ചെറുതായിട്ട് കീറി വിട്ടിട്ടുണ്ട്. നമ്മുടെ നൂബിൻ ബിന്നിയുടെ ഹസ്ബൻഡ് പുള്ളി നല്ല രീതിയിൽ സോപ്പിട്ടൊന്ന് പതപ്പിച്ച് വെക്കുന്നുണ്ട് നമ്മുടെ അനീഷേട്ടനെ. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങയുടെ സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, എന്നെയും ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവരെ. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. താഴെ കമന്റ് ബോക്സിന്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒന്ന് കമന്റിൽ ഒന്ന് പറയുക നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴേ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ നൂബിൻ അവിടുന്ന് തന്നെ തുടങ്ങാം. ബിന്നിയുടെ ഭർത്താവ് രാവിലെ നല്ല രീതിയിൽ അനീഷുമായിട്ടൊരു വാഗ്വാദം ഒരു നല്ലൊരു കോൺവെർസേഷൻ അവരുടെ ഇടയ്ക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. നമ്മുടെ ബാത്റൂം ഏരിയ അവിടെ നിന്നിട്ടാണ് സത്യം പറഞ്ഞാൽ നൂബിൻ ഫാമിലി ആയിട്ടൊന്നും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നൊരു ഫാമിലി ആ ഒരു സാധനം നമുക്ക് കിട്ടുന്നില്ല, ഞങ്ങളൊരാളായി മാറിക്കഴിഞ്ഞു എന്നൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട്. ഉടനെ നൂബിനും പറയുന്നുണ്ട്, ഇത്രയും ദിവസം നിൽക്കുകയല്ലേ, മറ്റുള്ളവർ വന്നിട്ട് അങ്ങ് പോകുമായിരുന്നു, ഇതിപ്പം ഞാൻ കുറച്ച് ദിവസം ആയല്ലോ, 1-2 ദിവസം ആയല്ലോ, അപ്പം അതുകൊണ്ടായിരിക്കും അനീഷ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നൂബിൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര ലക്കാണ്, മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടി. കാരണം ഫാമിലിയൊക്കെ കയറി വരുമ്പോൾ നിങ്ങളുടെ ഹാപ്പി ഫേസ് മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ വരുമ്പോൾ അവർ വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുക, പിന്നെ അവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻസ്, ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഞാനിവിടെ കുറച്ച് ദിവസങ്ങളുണ്ട്, അല്ലെങ്കിൽ 1-2 ദിവസമായി നിങ്ങളുടെ ഇടയ്ക്കത്തെ വഴക്കുകൾ, പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയിലത്തെയൊക്കെ വഴക്ക്, 2 മട്ടൻ പീസിന്റെ പേര് വരെ കിടന്ന് അടിയുണ്ടാക്കിയതൊക്കെ നമ്മുടെ നൂബിന് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയല്ലോ. പുള്ളി എന്നിട്ട് ഞാൻ പറഞ്ഞാൽ പുള്ളി അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. പുള്ളിക്ക് ഒന്നാമതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല, ഇടപെട്ട് കഴിഞ്ഞാൽ പുള്ളി തീർന്നു, ഉള്ള സമാധാനം കൂടെയും പോകും. ഭാര്യയായിട്ട് 2 ദിവസം അടിച്ചു പൊളിക്കാൻ വന്നതല്ലേ, അതെല്ലാം പോകും, പുള്ളിക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരുടെ ഇടയ്ക്ക് നല്ല കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. നൂബിൻ എന്നിട്ട് പറയുന്നുണ്ട്, അനീഷ് നിങ്ങളെ പോലെയാണ് ഞാൻ, എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ക്ലീൻ ചെയ്യണം, വൃത്തിയായി കിടക്കണം, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ പോലെ ആയേനെ എന്നൊക്കെ പറഞ്ഞൊന്ന് സോപ്പിട്ട് പതപ്പിക്കുന്നുണ്ട് നമ്മുടെ അനീഷേട്ടനെ. അപ്പോൾ അനീഷേട്ടൻ രാവിലെ കാര്യങ്ങളൊക്കെ തീർക്കുമല്ലോ, അത് നല്ലൊരു കാര്യമാണ് എന്നൊക്കെയാണ് നൂബിൻ പറയുന്നത്. നൂബിൻ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ഞാൻ വാങ്ങാണ്ട്, ബിന്നി രാവിലെ ഉറങ്ങുന്ന സമയത്ത് പോലും ആ സമയത്തൊക്കെ ഞാൻ എണീറ്റ് ചിലപ്പം വീടൊക്കെ വൃത്തിയാക്കി കുക്കൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് നൂബിന്റെ. അപ്പൊ അത് അനീഷേട്ടനുമായിട്ട് ചെറുതായിട്ട് ഒന്ന് കമ്പയർ ഒക്കെ ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ അനീഷേട്ടൻ കിച്ചണിൽ നിന്ന് നേരെ ബെഡ്റൂമിൽ ചെന്നിട്ട് അനുമോളെ വിളിക്കുന്നത്. അനുമോളെ വാ മോളെ, അതോ ഇതിന് മുമ്പാണോ എന്തോ ഈ ഒരു ടൈം പീരീഡിലാണ് ലൈക്ക് അനുമോളെ വന്ന് വിളിക്കുന്നുണ്ട്. അനുമോളെ വാ മോളെ, നമുക്ക് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇയാളങ്ങ് പോയാൽ മതി. മൊക്കോ ഞാനില്ല, എനിക്ക് ഉപ്പുമാവൊന്നും ഉണ്ടാക്കാൻ ഞാൻ വരത്തില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, വേണമെങ്കിൽ നിങ്ങൾ പോയി ഉണ്ടാക്കിക്കോ, ഇന്നലെ കുറെ എണ്ണം ഉണ്ടായിരുന്നല്ലോ നിങ്ങളെ സഹായിക്കാൻ, അവരെ വിളിക്കുക, എന്നിട്ട് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്നൊക്കെയാണ് അനുമോള് പറയുന്നത്. അനീഷേട്ടൻ പിന്നെ കൂടുതലൊന്നും അവിടെ നിന്നില്ല. അനീഷേട്ടൻ തിരിച്ച് കിച്ചണിലേക്ക് പോകുന്നു. പക്ഷേ ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് പുറകെ അനുമോള് പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പം ഇന്നലെ ഇതൊക്കെ തന്നെയായിരുന്നു, ബിരിയാണി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അനുമോളെ ഇത് എവിടെ വരെ എത്തുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. എന്താണെങ്കിലും എന്നിട്ട് പുറകെ ചെല്ലുന്നുണ്ട്. പുറകെ ചെന്നിട്ട് അനീഷേട്ടൻ പറയുന്നുണ്ട്, മോളെ നീ വാ, നീ ഒന്ന് കുക്ക് ചെയ്യുക, ആ സമയത്ത് ഞാനും കൂടി ഒന്ന് പഠിക്കട്ടെ ഉപ്പുമാവ്, ഇത് നഴ്സറി സ്കൂളൊന്നും അല്ല, എനിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ എന്നൊക്കെയാണ് അനുമോള് പറയുന്നത്. അനുമോൾക്ക് മനസ്സിലായിട്ടില്ല അനീഷേട്ടനുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ഗെയിം എന്താണെന്ന് അനുമോൾക്ക് ഇതുവരെയായിട്ടും പിടികിട്ടിട്ടില്ലേ എന്നൊക്കെ ഞാനൊരു നിമിഷം ആലോചിച്ച് പോയി. ഇന്ന് പിന്നെ കുറച്ച് മുമ്പ് ഒരു പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അനുമോളുടെ വീട്ടുകാർ വരുമ്പം കരഞ്ഞ് നെഞ്ചത്തടിച്ച് മറ്റേ അവിടെ പോയി നിൽക്കും, പാട്ടൊക്കെ ഇട്ടിട്ട് അവിടെ പോയി നിൽക്കും. ഇന്ന് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പാട്ടൊക്കെ ഓഫ് ചെയ്യും, തിരിച്ച് കരഞ്ഞുകൊണ്ട് ഓടുന്നതൊക്കെ കാണുന്നുണ്ട്. ഇന്നലെ വരെ വേണ്ട വീട്ടുകാരും പറഞ്ഞ, വീട്ടുകാർ വന്ന പ്രശ്നം എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. അപ്പൊ നേരെ അവിടെ പോയി നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യല്ലേ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു കയറി പോകുന്ന കണ്ടു. ആക്ടിവിറ്റി കാണും, അനുമോക്ക് മാത്രം പ്രത്യേകമൊന്നും ഇല്ലല്ലോ. ബിഗ് ബോസ് ചിലപ്പോൾ ഒരു മനസ്സിലൊരു കുളിർമഴ കൊടുത്തതായിരിക്കും, പാട്ടൊക്കെ ഇട്ട് ചിലപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന്. പക്ഷെ അല്ല, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കാണും ചിലപ്പോൾ, നല്ല എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒരു ടാസ്ക് തന്നെ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ ജിസൈലൂട്ടി അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, മറ്റേ പസിൽ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അത് തന്നെ ഇവിടെ ഞാൻ സൈഡിൽ കണ്ടോണ്ടിരിപ്പുണ്ട്, പസിൽ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ജിസൈലൂട്ടി. കഴിഞ്ഞിട്ടില്ല, കുറച്ച് ടൈം എടുക്കും. അത് കഴിയുമ്പോൾ വേറൊരു ചെറിയ പണിയും കൂടെ കാണും. അതൊക്കെ കഴിഞ്ഞിട്ട് ജിസൈലൂട്ടിക്കും മമ്മിയെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ജിസൈലൂട്ടിയുടെ മമ്മി വരും, അനുമോളുടെ വീട്ടിൽ നിന്ന് വരും, പിന്നെ ആര്യന്റെ വരും. 3 പേരുടെയും കൂടെ ഇന്ന് ഒന്നിച്ചായി ഇങ്ങോട്ട് വരുന്നത്. ജിസൈലിന്റെയും ആര്യന്റെയും ഒക്കെ മിക്കവാറും അടുത്തടുത്ത് മമ്മിമാരൊക്കെ ഇരുന്ന് സംസാരിക്കുമായിരിക്കും. രണ്ടും കൂടെ ഓൾറെഡി ഇന്നലെ തൊട്ട് 2 പേരും തമ്മിൽ ചെറിയ കച്ചറ ഉണ്ട്. ലക്ഷ്മി അതിന്റെ ഇടയ്ക്കോട്ട് വന്ന് കയറിയിട്ടുണ്ട്. കൊള്ളാം, ലക്ഷ്മിയുടെ കളി കൊള്ളാം.
പക്ഷെ അത് എങ്ങനെ മുന്നോട്ട് പോകും എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ജിസയിലും ആര്യനും അവരുടെ ഗംഭീര പ്ലാനിങ് ആയിരുന്നായിരിക്കാം ഇത്രയും വരെ അവരുടെ ആ ഒരു കോംബോ കൊണ്ടുപോയത്. ഇനി അതിൽ നിന്ന് ആ പണി കിട്ടുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ തന്നെ ദിയാസനയൊക്കെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞല്ലോ, ഇൻഡിവിജ്വലായിട്ട് കളിക്കുക. രാത്രിയിൽ അത് കേട്ട ആര്യൻ അത് പൊളിയുമൊക്കെ ചെയ്തു. പിന്നെ എപ്പിസോഡിൽ നിങ്ങൾ കുറെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ ലൈവിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ലൈവില് നമ്മൾ ചെറുതായിട്ട് കാണാതെ പോയ സാധനങ്ങളൊക്കെ എപ്പിസോഡിൽ കാണിച്ചിട്ടുമുണ്ട് നമ്മുടെ ബിഗ് ബോസ് മാമൻ. അപ്പൊ എന്താണെങ്കിലും രണ്ടുപേരും തമ്മിൽ അടിച്ചു മിക്കവാറും ഇത് കുടുംബങ്ങളും വന്നു കഴിയുമ്പോഴത്തേക്ക് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒറ്റയ്ക്ക് കളിക്കുക എന്നുള്ള ഒരു സാധനം ഉറപ്പായിട്ടും പറയാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ജിസൈലിന് ആര്യന്റെ അടുക്കെ എന്തോ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പൊസസീവ്നെസ്, അത് നല്ല രാത്രിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു സാധനം ജിസൈലിന് നല്ല രീതിയിലുണ്ട് ആര്യനോട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആര്യന്റെ ഫാമിലി വന്നിട്ട് പറയുമായിരിക്കും, മോനെ മാറി നിന്ന് കളിക്ക് കുട്ടാ, ഇനി നീ അവളുടെ കൂടെ കയറി കിടന്നോട്ട് കളിക്കാൻ. ഇന്നലെ രാത്രി അക്ബറിന്റെ അടുക്കലൊക്കെ ചെന്ന് പറയുന്നുണ്ട്, അക്ബർ ഞാൻ ഇനി നിന്റെ കൂടെ കിടന്നോട്ടെ, നിന്റെ ബെഡിന്റെ സൈഡിൽ വന്ന് കിടന്നോട്ടെ എന്നൊക്കെ ആരും പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വന്നാൽ ചിലപ്പോൾ അത് നന്നായിട്ട് പോകും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പണിയാവും. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കിച്ചന്റെ ആ ഒരു ഏരിയയിൽ നമ്മുടെ അനുമോള് കുക്ക് ചെയ്യാൻ വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഷാനവാസ് അവിടെ തൂത്തോണ്ട് നിൽപ്പുണ്ട്. അപ്പൊ ക്യാപ്റ്റൻ വന്നിട്ട് പറയുന്നു, ആ സമയത്ത് നെവിനോട് സംസാരിച്ചോണ്ടിരിക്കുക. നെവിന് ഭയങ്കര ഉപദേശം കൊടുക്കുക, മോനെ ചക്കരെ കുട്ടാ നീ സൂപ്പറാടാ, എന്റെ മോക്കൊക്കെ നിന്നെ ഇഷ്ടമല്ലേ, എല്ലാവർക്കും നിന്നെ ഇഷ്ടമായിരിക്കൂടാ എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ മോർണിംഗ് ആക്ടിവിറ്റിയെ പറ്റി പറയാമേ. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബിന്നി വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, ഷാനവാസെ പെട്ടെന്ന് തൂക്ക്, മോർണിംഗ് ആക്ടിവിറ്റിക്ക് സമയമായി. നീ ആരാ, ഞാൻ ചെയ്തോളാം കേട്ടോ, എന്നെ നീ പഠിപ്പിക്കാനത്. ഈ ഒരു ടോണിലാണ്, ഈ ഒരു മൂഡാണ് ഷാനവാസ് പിടിക്കുന്നത്. ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഷാനവാസ്. എങ്ങനെ എനിക്കറിയാൻ പാടില്ല. PR കൂട്ടന്മാർ എഴുതിയിടും ഷാനവാസ് കി തമ്പെന്നും പറഞ്ഞൊരു സാധനമൊക്കെ ഇടും, മറ്റേ ജയ്യൊക്കെ വിളിച്ചിട്ടിടും. പക്ഷെ അതല്ലാതെ നോർമലായിട്ട് ഈ ഗെയിം കാണുന്ന ആളുകൾക്ക് എങ്ങനെ ഷാനവാസിന്റെ ഈ ഒരു സാധനത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? പുള്ളിയുടെ ഗെയിം ആയിരിക്കാം, പക്ഷെ അതൊരു പരിധി കഴിയുമ്പോൾ, ഇപ്പൊ നെവിന്റെ കേസ് നമ്മൾ നോക്കിയാൽ മതി. നെവിനായി എന്റർടൈൻമെന്റ് ആയിരുന്നു നേരത്തെ, അതായത് ഈ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് കട്ട് കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് ആയിരുന്നു. പക്ഷെ ഇത് സ്ഥിരം അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വെറുപ്പാവത്തില്ലേ? എനിക്ക് ഷാനവാസിന്റെ കേസിലും അങ്ങനെയാ തോന്നുന്നത്. ഭയങ്കര അഗ്രസീവ് ആവും ഈ മനുഷ്യൻ, ഒരു കാര്യമില്ലാതെ ബിന്നിയോട്. എനിക്കപ്പം സാധാരണ ഞാൻ ബിന്നിയെ വിമർശിക്കുന്ന ഒരാളാണ്, പക്ഷെ ഇന്നത്തെ കേസിൽ ബിന്നി വന്ന് പറഞ്ഞ ഉടനെ തന്നെ അങ്ങ് റേസ് ആവുമോ ഈ മനുഷ്യൻ? എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നത്? പിന്നെ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ ആര്യനോട് പറയുന്നത്, എന്തിനാണ് നീ മറ്റേ ഇവരെ അനീഷിനെ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഒരാഴ്ച മുമ്പ് പുള്ളി പറഞ്ഞത്, മറ്റേ ആതിരയുടെ കേസിൽ എനിക്കിവിടെ അനീഷിനെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതിയെന്ന്. അങ്ങനെയുള്ളൊരു മനുഷ്യനാ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്ന് കളിക്കും, പിടികിട്ടിയില്ലേ? അപ്പൊ അതുപോലെ തന്നെ പുള്ളി ഒരു നല്ല ഒന്നാമത്തെ മാനിപ്പുലേറ്റർ ആട്ടോ പുള്ളി. ഇന്നലത്തെ കേസുകൾ നിങ്ങൾ കണ്ടില്ലേ? പുള്ളി ചെയ്തത് എമ്മാടിത്തരം, അത് പുള്ളി നൈസായിട്ട് അങ്ങ് മറക്കും, എന്നിട്ട് മറ്റുള്ളവരുടെ നെഞ്ചത്തുകൊണ്ട് അങ്ങ് ഇടും. ആ ഒരു ഗെയിം നല്ല വൃത്തിക്ക് കളിക്കുന്ന ഒരാളാണ് ഷാനവാസ്. അതൊരു ബ്രില്യൻ ഗെയിം തന്നെ, അല്ലാതൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ബ്രില്യൻ ഗെയിമർ തന്നെയാണ് പുള്ളി. മാനിപ്പുലേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമറാണ് പുള്ളി. അത് പുള്ളി കളിക്കട്ടെ, അതിനകത്തൊന്നും ഞാൻ കുറ്റം പറയത്തില്ല. പക്ഷെ അത് ചില സമയത്ത് അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പൊ അതും കൂടെ പറയണമല്ലോ. പിന്നെ നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം അനീഷ് വന്നിട്ട് അനീഷിന് ഇവിടെ ആരെ പോലെ ആവണം, അതുപോലെ തന്നെ ആരെ പോലെ ആവണ്ട, അതാണ് സംസാരിക്കേണ്ടത്. വളരെ വ്യക്തമായിട്ട് തന്നെ, വ്യക്തവും ശക്തമായിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊന്ന് നെവിൻ വന്നിട്ട് ഷാനവാസിനെ പോലെ ആവണമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്ന് രാവിലത്തെ ഷാനവാസിന്റെ ഉപദേശം കേട്ടതുകൊണ്ടായിരിക്കാം ഷാനവാസിനെ പോലെ ആവണമെന്നൊക്കെ പറഞ്ഞത്. അനീഷ് വരുന്നുണ്ട്. അനീഷ് വന്നിട്ട് നമ്മുടെ ആര്യനെ പോലെ ആവണമെന്ന് പറയുന്നുണ്ട്. ആര്യന്റെ ഒരു സ്പോർട്സ്മാൻഷിപ്പ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് അതുപോലെ ആവണം, ചാടി നിൽക്കണമെന്നൊക്കെ. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് ആര്യനെ നല്ലൊരു ഇഷ്ടമുണ്ട് കേട്ടോ. ആര്യനും തിരിച്ച് അതുപോലെ ഉണ്ട്. ഞാൻ കുറച്ച് പേരെ നോക്കുമ്പോഴത്തേക്ക് ആര്യൻ പറയുന്നുണ്ട്, ഞാനിവിടെ ആകെ ചേട്ടാ എന്ന് വിളിക്കുന്ന അനീഷേട്ടനെ മാത്രം. അനീഷേട്ടൻ അവിടെ അനീഷ് പറയുന്നുണ്ട്, അങ്ങനൊന്നും വേണ്ട, നീ എന്നെ അനീഷ് എന്ന് വിളിച്ചാൽ മതി. എൻ്റെ അനിയൻ പോലും എന്നെ ഇങ്ങനെയാണ് വിളിക്കുന്നത്, അനീഷ് എന്നാണ് വിളിക്കുന്നത്, നീ അങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ, ഞാൻ അനീഷ് എന്ന് വിളിക്കാം, പക്ഷെ ഇടയ്ക്ക് ഞാൻ അനീഷ് ചേട്ടാ എന്ന് വിളിക്കും. അത് വന്നു പോകുന്നതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം അനീഷിനോട് ആര്യനുണ്ട്. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് മാത്രമായിരുന്നു നേരത്തെ. ഏതൊരു മറ്റേ നോമിനേഷൻ വന്നാലും അനീഷിന്റെ പേരായിരുന്നു ആര്യന് പറയാനുണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറുന്നുണ്ട് എന്താണെങ്കിലും. സോ അങ്ങനെയുള്ള കുറച്ച് ഇവരുടെ ഇടയ്ക്ക് ഒരു നല്ല സാധനം വരുന്നുണ്ട്. അതാണ് അനീഷിനെ എനിക്ക് പറയാനുള്ളത്. അനീഷ് എല്ലാവരുടെ ഇടയ്ക്കിലും വഴക്കുണ്ടാക്കും, എല്ലാവരുടെ ഇടയ്ക്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ജിസയിൽ വന്നിട്ട് അനീഷിനെ പോലെ ആവണമെന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം പുള്ളിക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്, എനിക്ക് ആ ക്വാളിറ്റി വേണം, എനിക്ക് അതുപോലെ ആവണമെന്നൊക്കെ പറയുന്നു. ആരെ പോലെ ആവണ്ടെന്ന് ചോദിക്കുമ്പോൾ നെവിനെ പറ്റിയിട്ടാണ്. നെവിന്റെ ഈ ബാക്ക് സ്റ്റാമ്പ് പുറകിൽ നിന്ന് കുത്തുക, ആ ഒരു പരിപാടി നെവിനെ എല്ലാവരുമായിട്ട്, അനീഷിന്റെ വേറൊരു വേർഷനാണ്, നെവിനെ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആവും. പക്ഷെ എല്ലാവർക്കും പുറകിൽ നിന്ന് കുത്തു കൊടുക്കും. അതായത് എല്ലാവരുമായിട്ട് വഴക്കം ഉണ്ടാക്കും. അനീഷ് എല്ലാവരുമായിട്ട് വഴക്കുണ്ടാവും, എല്ലാവരുമായിട്ട് കണക്ട് ആവും. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഒരു ലിമിറ്റ് വെച്ചേ കണക്ട് ആവത്തുള്ളൂ. പക്ഷെ ഇവൻ അങ്ങനല്ല. ഇപ്പൊ ഇന്നലെ നമ്മുടെ നൂബിൻ ബിന്നി ഇവരുടെ ഇടയ്ക്കാണ് ഇവൻ കയറി കിടക്കുന്നത്. എന്ത് മോശം അതൊക്കെ.
എന്ത് മോശം അവനാ കാണിക്കുന്നതൊക്കെ, അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല, ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഭാര്യയും ഭർത്താവും ഇരിക്കുക, അവരവരുടെ ഫ്രീഡത്തിൽ ഇരിക്കുന്നതിന്റെ ഇടയ്ക്കോട്ട് വന്ന് സൈഡിൽ കിടക്കുക, ഇങ്ങനെ നോക്കിയിരിക്കുക, മറ്റേ വെള്ളം ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരു രീതിയിൽ നമുക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നു. നെവിന്റെ ഇപ്പോഴത്തെ എങ്ങോട്ടാണ് നെവിന്റെ ഗെയിം പോകുന്നതെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല കേട്ടോ. എന്തുദ്ദേശിച്ചിട്ടാണ്? പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാനിവിടെ എന്നെ ജനങ്ങൾ നിർത്തും, ഞാൻ എന്റർടൈനറാ, ഇവിടെ നിർത്തുന്നോടൊന്നും ഞാൻ നിൽക്കും, അത് കഴിഞ്ഞ് ഞാൻ പോകും. ഈ ഒരു മൂഡാണ്. അത് സത്യം പറഞ്ഞാൽ നല്ലതാണ് ഒരു രീതി നോക്കുകയാണെങ്കിൽ. അവന് പ്രത്യേകിച്ച് യാതൊരു വിഷമോ ഒന്നും ഉണ്ടാവത്തില്ല. എത്ര ദിവസം നിൽക്കുന്നോ അത്ര ദിവസം ഹാപ്പി ആയിട്ട് നെവിൻ പോകും. അപ്പൊ നാളെ ഇറങ്ങി പോയാലും ഓക്കെ ഞാൻ പോയി എന്നും പറഞ്ഞ് നെവിനങ്ങ് പോകും. ആ ഒരു ഗെയിമാണ് നെവിന്റെ ഒരു സൈഡിൽ. പിന്നെ പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ അവിടെയും ചൊറിഞ്ഞ് ഇവിടെയും ചൊറിഞ്ഞ് എല്ലാവർക്കും കൊട്ടുകൊടുത്ത് ആ ഒരു മോഡാണ് പുള്ളി പോകുന്നത്. പക്ഷെ അനീഷിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അനീഷിനൊക്കെ കറക്റ്റ് ആയിട്ടൊരു ഗെയിം പ്ലാൻ അല്ല പോകുന്നത്. ഷാനവാസോട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒഴിച്ചു, അത് പണിയാന്ന് മനസ്സിലായപ്പോൾ അതെ നൈസായിട്ടൊക്കെ മാറി നിൽപ്പുണ്ട്. അത് സത്യം പറഞ്ഞാൽ പുള്ളിക്ക് നല്ലതാണ്, പുള്ളി മാറിയെന്ന് കളിക്കുന്നത്. പിടിയിട്ടില്ല, എനിക്ക് അങ്ങനെയാ തോന്നിയത്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ ജിസൈലൂട്ടിയാണ്. ജിസൈലൂട്ടി അവിടെ കഴിഞ്ഞു. ജിസൈലൂട്ടിയുടെ മമ്മി വന്നു, മമ്മിയായിട്ട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജിസൈലൂട്ടി. മമ്മി മാത്രമേ ഉള്ളൂ. അപ്പം ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ജിസൈലൂട്ടി. ആക്ടിവിറ്റി റൂമിൽ നിന്ന് മാറി ഇന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും പറയും മോളെ ഇതേ മമ്മിയെ കൊണ്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്, എവിടെയെങ്കിലും പോയി ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ട് മമ്മി പറയും മോളെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, നീ മറ്റേ ആ പേഗൻ ചെറുക്കനെ പിടിച്ചിട്ട് കളിക്കാൻ നിൽക്കരുത്, പണിയാവും രണ്ടിനും എന്ന് പറയും. ആര്യന്റെ മമ്മി എന്താണെങ്കിലും പറയാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് മക്കളെ വേണ്ട, ഒറ്റയ്ക്ക് നിന്ന് കളിക്ക്. ഇപ്പൊ പുതിയൊരാളും കൂടെ കയറി വന്നിട്ടുണ്ടല്ലോ, ലക്ഷ്മി ചേച്ചി, വേണ്ട, അത് അതിനെക്കാട്ടിലും വലിയ ഒരു പണിയായിട്ട് മാറും എന്നൊക്കെ മിക്കവാറും പറയാനുള്ള സാധ്യതകളുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കട്ടെ. ദിയാസാൻ ഇന്നലെ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, ലാസ്റ്റ് ആരിനിട്ടുള്ള കൊട്ടാണെങ്കിലും അതിനുശേഷം പറയുന്നുണ്ട് എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കട്ടെ. പിന്നെ അനുമോളുടെ കേസിൽ ഇൻഡിവിജ്വൽ ഗെയിം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് കരച്ചിൽ മാത്രം, അതിനൊരു കൂട്ട് വേണമല്ലോ. ആരെങ്കിലും ഫ്രണ്ടിൽ കരയാൻ വേണ്ടിയിട്ട് നൂറ ആദില. പക്ഷെ അതൊരു സമയം കഴിയുമ്പോൾ വെറുപ്പായി മാറും, ഇല്ലേ? അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ കാണും. അപ്പൊ പറയുന്നത് ശരിക്കുള്ള കരച്ചിലാണ്. ഓക്കെ, ശരിക്കുള്ള കരച്ചിലാ, കണ്ണിലിട്ട് കുത്തിയിട്ട് അനുമോള് കരയുകയാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതാണോ ഗെയിം? ഇങ്ങനെ ഒരാൾക്ക് കപ്പ് കിട്ടണോ? അതാണ് എന്റെ ചോദ്യം. 24 മണിക്കൂറും കരച്ചിൽ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തിന് കപ്പ് കിട്ടണം? ഗെയിം കാണിക്കേ, ഗെയിം കാണിക്കും. ഇന്നിപ്പോ രാവിലെ തന്നെ അനീഷയുടെ നിന്ന് വിളിക്കുമ്പോൾ അനീഷാണെന്ന് മനസ്സിലാക്കി കൂടെ പോണം, അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണം. അല്ലാതെ ഞാൻ വരത്തില്ല, ആ പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറകെ അവിടെ ചെന്ന് കുക്ക് ചെയ്യാൻ കയറുന്ന എന്ത് തേങ്ങയ്ക്കാ? അത് അനുമോളുടെ ഒരു വല്ലാത്ത, അനുമോള് താഴത്തേക്ക് പോകാൻ പോകുന്ന, അല്ലെങ്കിൽ താഴത്തേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അനുമോള് നല്ല രീതിയിൽ കളിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാനും. പക്ഷെ അനുമോൾ ഓരോ ദിവസം കഴിയുമ്പോഴും താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഷാനവാസിന്റെ ആണെങ്കിൽ അഗ്രസീവ് ഗെയിം, നെവിനാണെങ്കിൽ എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണോ നടക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടെ ബെറ്റർ നമ്മൾ ആര്യനായിട്ട് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചെങ്കിലും ഇന്നലെ വൈകുന്നേരം അത്രയും മറ്റേ ഒണിയിൽ എന്തൊക്കെയാ അവനെ പറഞ്ഞ്, എന്നിട്ട് പോലും ചൊറിയുന്നുണ്ട്. പക്ഷെ അവൻ ട്രിഗർ ചെയ്യും, പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് അവന്. അതിപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കൂടിയതുപോലെ എനിക്ക് തോന്നുന്നത്. മറ്റേത് അവനായിരുന്നു ഏറ്റവും വെറുപ്പീരായിട്ട് എനിക്ക് തോന്നി. ഇപ്പൊ അതിനേക്കാളും വലിയ വെറുപ്പീരുകൾ അവിടെ ഉള്ളതുപോലെയാണ് തോന്നുന്നത്. അപ്പൊ എന്താണെങ്കിലും ലൈവിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. ജിസയിലും അമ്മയും കൂടെ ഇരുന്ന് കഥ പറയുന്നത്, ബാക്കി എല്ലാവരും കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്തായാലും ബാക്കി സൗണ്ട് കേൾക്കട്ടെ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. പോയി ബാക്കിയും കൂടെ ലൈവ് കണ്ടിട്ട് ബാക്കി അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അപ്പൊ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.